ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറയുന്നു, റയൽ മാഡ്രിഡ് അല്ല ബാർസലോണ. റയൽ മാഡ്രിഡിൻ്റെ മികച്ച താരങ്ങളായ എംബാപ്പ ആയിക്കോട്ടെ, ബെല്ലിംഗാം ആയിക്കോട്ടെ, അങ്ങനെ പേര് കേട്ട ഒരുപാട് താരങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും റയൽ മാഡ്രിഡ് ജയിച്ച് കയറിയിട്ടുണ്ട്. സിറ്റിയെ പോലും പരാജയപ്പെടുത്തിയിട്ടാണ് UCLൻ്റെ അടുത്ത റൗണ്ടിലേക്ക് റയൽ കയറിയത്. അതുപോലെ കയറാനൊന്നും ബാർസക്കാവില്ല. കാരണം ബാർസലോണ ജയിച്ച് കയറണമെങ്കിൽ ബാർസ ഫുള്ളായിട്ട് ഇറങ്ങാൻ തന്നെ വേണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ. ആ മത്സരത്തിൽ ബാർസലോണക്ക് ജയിക്കാൻ കഴിയില്ല. അതൊട്ടും എളുപ്പവുമായിരിക്കില്ല. നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലൂക്മാൻ കൂടി വന്നതോടുകൂടി അവിടെ അറ്റാക്കിങ്ങും ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. റാഫിന് ഇല്ലാത്ത ബാർസലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ബാർസലോണ എന്ന് നമുക്ക് പറയാം. റാഫിനില്ലാത്ത ബാർസലോണ അത്ലറ്റിക്കോമായി കളിക്കാൻ പോയപ്പോൾ നമുക്കറിയാലോ, സിമിയോണിയും പിള്ളേരും പീഡിപ്പിച്ച് വിട്ടതാണ് 4-0. അത് ആവർത്തിക്കും. അതേപോലെ അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു പീഡിപ്പിക്കൽ ഉണ്ടാകും അത്ലറ്റിക്കോൻ്റെ വക ആർക്ക്, ബാർസലോണക്ക്. പിന്നെ ബാർസയ്ക്ക് ഏറ്റവും സങ്കടകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മത്സരമാണ് അത്ലറ്റിക്കോമായിട്ട് ബാർസലോണ ഇനി തുടരെ കളിക്കേണ്ടത്. ഭയങ്കര പ്രയാസത്തിലായിരിക്കും ബാർസലോണ. റാഫിനുണ്ടെങ്കിൽ കളി കട്ടക്കായിരിക്കും കേട്ടോ, അല്ലാതെ ഞാൻ പറയുന്നില്ല. റാഫിനുണ്ടെങ്കിൽ ബാർസലോണ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിങ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റാഫിനില്ലാത്ത സ്ഥിതിക്ക് ബാർസലോണക്ക് കഴിയില്ല. ലാലിഗയിലെ 4 പോയിന്റ് ലീഡ് അതും കുറഞ്ഞു വരും. ചുരുക്കി പറഞ്ഞാൽ ബാർസയുടെ ടൈം കഴിഞ്ഞു. ചെറിയൊരു ടൈമായിരുന്നു, പാവല്ലേ, ഓവർ ആയുസില്ലാതായി പോയി. അപ്പോൾ ഇന്നത്തെ മത്സരം മാക്സിമല്ലേ സമനില പിടിക്കാൻ നോക്കിക്കോ. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡാണ്, അത് സിമിയോണിയുടെ തന്ത്രമാണ്. നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും പ്രധാനപ്പെട്ട 2 മത്സരമാണ് ഇനി വരാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ 2ലും, ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും. അപ്പോൾ റാഫിനില്ലാത്ത ബാർസലോണക്ക് ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യാനാണ് പ്ലാനിങ്, ഓരെങ്ങനെയാണ് കളിക്കുക, ഇതൊക്കെ മൂപ്പർ ഇന്നത്തെ മത്സരം വെച്ചിട്ട് വിലയിരുത്തും, മനസ്സിലാക്കും. ചിലപ്പോൾ ബാർസക്ക് കളിക്കാൻ കുറച്ച് അവസരം സിമിയോണി കരുതി കൂട്ടി തരും. എന്തിനെന്നറിയാം, നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ ജയിക്കുന്നല്ല കേട്ടോ, ചെറിയൊരു ചാൻസ് ചിലപ്പോൾ തരായിരിക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ മറുപണി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ പോകും ആ ഭാഗമൊക്കെ അത്ലറ്റിക്കോ പൂട്ടും. പിന്നെ അത്ലറ്റിക്കോ പൂട്ടാൻ മിടുക്കന്മാരാണ്, അത് ബാർസക്ക് നന്നായിട്ട് അറിയാം. പുറത്താക്കിയത് ഓർമ്മ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഇത് ബാർസയാണ്, റയലല്ല. വമ്പൻ താരങ്ങളില്ലെങ്കിൽ പോലും ജയിച്ച് കയറണമെങ്കിലേ അത് വലിയ ടീമിനെ കഴിയുള്ളൂ, ബാർസക്കൊന്നും കഴിയില്ല. അപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും വെക്കാതെ ഇന്നത്തെ മത്സരം കണ്ടാൽ ചെറിയൊരു ആശ്വാസം ബാർസ ഫാൻസിന് ലഭിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ലാലിഗ പിന്നെയും പോട്ടെ, നമുക്ക് ഏറ്റവും പ്രധാനം UCL അല്ലേ, അതും പോടാ, പാവം ബാർസ.